സ്നേഹത്തോടുകൂടെ നമ്മളെ വർദ്ധിക്കുന്നു. നമ്മളെ എല്ലാവരെയും അവരിൽ സഹായിക്കുമാറാണ്. ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ സ്തുതിയ നാമത്തിൽ എൻ്റെ സ്നേഹാനന്ദത്തെ ഈ പുരുഷനെ അറിയിക്കുന്നു. COVID-19 എന്ന ഈ മാരകമായ മഹാവ്യാധി ലോകവ്യാപകമായി പടർന്നു പിടിച്ച് നമ്മുടെ രാജ്യവും നമ്മുടെ ദേശവും അതിൻ്റെ പിടിയിൽ അമർന്ന് വളരെ ഭയത്തോടും വളരെ നടുക്കത്തോടും വളരെ നിരാശയോടും കൂടെ കഴിഞ്ഞുകൂടുമ്പോൾ ലോകത്തിൻ്റെ വിടുതലിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഇന്ന് പകലിൽ നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവർ എൻ്റെ മുഖം അന്വേഷിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ മഹാവിപത്തിന് നടുവിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എന്താണ് അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്നോർത്ത് ജനം വളരെ ഭയത്തോടും നടുക്കത്തോടും കൂടെ കഴിയുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കുവാൻ, ധൈര്യത്തോടെ ദിവസം നിൽക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എന്തെങ്കിലും പ്രത്യാശയുണ്ടെങ്കിൽ അത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ പരിമിതമായ സമയമാണ് ഇന്ന് പകലിൽ നമുക്കുള്ളത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതാണ്ട് 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയായി നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചത്. എൻ്റെ ഓർമ്മശരിയെങ്കിൽ മാർച്ച് 8-ാം തീയതി നമ്മുടെ ഈ ദേശത്തുള്ള ആരാധനാലയങ്ങൾ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അടച്ചിട്ടു. ചില ആലയങ്ങൾ മാത്രം ലോക്ക്ഡൗണിൻ്റെ ഇളവുകൾ വന്നപ്പോൾ പരിമിതമായ ആളുകളുമായി ആരാധന ആരംഭിച്ചു. നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. ഏത് നിലകളിൽ നമുക്ക് ഇങ്ങനെയൊരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുകയും ഇതിനെ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് കടന്നു വരികയും എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത സഹോദരന്മാരോട്, പ്രത്യേകിച്ച് നമ്മുടെ വാത്സല്യ സഹോദരനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ ഈ തരത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാൻ കഴിയാതെ അവരെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു. വളരെ മാനസികമായി ഭാരവും വേദനകളും പ്രയാസങ്ങളുമൊക്കെ അവർക്കുണ്ട്. ദീർഘവർഷങ്ങൾ ഈ ദേശത്ത് കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ആരാധിച്ച് ദൈവസഭയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ചുമല് കൊടുത്ത് ശക്തരായി പ്രാർത്ഥനയിൽ പോരാടിയ നമ്മുടെ മാതാപിതാക്കളാണ് അവർക്ക് ഈ ആരാധനയിൽ കടന്നു സംബന്ധിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും വളരെ വേഗത്തിൽ ഇതിനെല്ലാം ഒരു പരിഹാരം ദൈവം നൽകി നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള വേദി ഒരുങ്ങട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് ദിവസത്തിൽ ഞാൻ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ ആരാധന നടക്കുമ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. നമുക്കാർക്കും പരിചയമില്ല. ഈ മാസമൊന്നും വെച്ച് ആരാധിക്കാനും പ്രസംഗിക്കാനും ഒന്നും പരിചയമൊന്നും നമുക്കില്ല.
എങ്കിലും എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിക്കേണ്ടവരാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിക്കുവാനുള്ള പരിമിതികൾ എന്ന പകലിൽ ഇവിടെയുണ്ട്. ഇതെല്ലാം ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. നിങ്ങൾ ആ കാര്യത്തിൽ എന്നോട് സഹകരിക്കുമല്ലോ. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സഹകരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ സഭയുടെ ചുമതലയിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അന്നു മുതൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. വളരെ വേഗത്തിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. എങ്കിലും എല്ലാവരും ഇന്ന് പകലിൽ കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ പ്രയാസമുണ്ട്, ഇപ്പം വിഷമമുണ്ട്. എങ്കിലും നമുക്കൊരുമിച്ച് ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മൾക്ക് സമയം ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന സന്ദർഭമാണ്. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മോക്ഷമേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പക്ഷേ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദൈവ വചനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ പരിമിതമായ സമയത്തിനകത്ത് സമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകലിൽ വായിച്ച 60-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്ന ഒന്ന് രണ്ട് ചിന്തകൾ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നതാണ്. 60-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് കൊടി നൽകിയിരിക്കുന്നു. 5-ാം വാക്യം പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. പകലിൽ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുമായ ശ്രദ്ധയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. 60-ാം സങ്കീർത്തനം വളരെ പരിചിതമായ സങ്കീർത്തനമാണ്. ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായ ദാവീദ് രാജാവ് സ്തോത്രം പാടിയ സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഈ പകലിൽ കടക്കാതെ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യം ഓർമ്മിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്. ദാവീദ് പാടുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഭക്തൻ പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. നിനക്ക് പ്രിയമുള്ളവർ എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഭക്തനെ കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാർ എന്ത് ചെയ്യണം?
വിടിവിക്കപ്പെട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നു അവൻ എന്ത് ചെയ്തിരിക്കണം? വിടിവിക്കപ്പെട്ടിരിക്കണം. അതുകൊണ്ട് ദാവീദ് പാടുകയാണ്, നിനക്ക് പ്രിയമുള്ളവർ എന്ത് ചെയ്യണം? വിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്റെ വാത്സല്യ ദൈവമക്കളെ, വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥനാ നിരതരായി ദൈവവചനത്തിന് ചുറ്റാകെ ഞാനും നിങ്ങൾ ഇരിക്കുമ്പോൾ നമ്മെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നീ വിടിവിക്കപ്പെടണം, നിന്റെ തലമുറ വിടിവിക്കപ്പെടണം, നിന്റെ മാതാപിതാക്കൾ വിടിവിക്കപ്പെടണം. നീ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ പകൽക്കാലം ആഗ്രഹിക്കുകയോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ നിന്റെ പകൽക്കാലം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്നെ തകർക്കുമെന്ന് പിശാച് രേഖ എഴുതുമ്പോൾ, പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ കൈകളെ നീക്കുമ്പോൾ, ഇന്ന് പകലിൽ വചനം പറയുന്നു, വചനം പറയുന്നു, നിനക്ക് പ്രിയപ്പെട്ട പൈശാചിക മണ്ഡലങ്ങൾ നിനക്കും നിന്റെ തലമുറയ്ക്കുമെതിരെ രേഖയെതിരെ ആമേൻ വളരെ കുഴികൾ തോണ്ടി തകർത്ത് കളയുമെന്ന് ആമേൻ വിധി പറഞ്ഞ സ്ഥാനത്ത്, പൈശാചിക മണ്ഡലങ്ങൾ കരിനുള്ളി പറഞ്ഞ സ്ഥാനത്ത് ഇന്നവരിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ഇല്ല, ദൈവത്തിന്റെ ആഗ്രഹമാണ് തനിക്ക് പ്രിയമുള്ളവർ എന്ത് ചെയ്യണം? വിടിവിക്കപ്പെടണം. കരമുയർത്തി കർത്താവേ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന് പ്രിയരായ അനേകരെ കാണാൻ കഴിയും. സമയത്തിന്റെ പരിമിതി നന്നായി ഞാൻ മനസ്സിലാക്കുന്നു. സമയത്തിന്റെ വാക്കുകൾ ഞാൻ വിരാമമിടും. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓർപ്പിച്ച് മുൻപോട്ട് വരാൻ ഞാൻ താല്പര്യപ്പെടുക. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ അവൻ എങ്ങനെ വസിക്കും? നിർഭയം വസിക്കും. ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ, തൽസന്നിധിയിൽ അവൻ എങ്ങനെ വസിക്കും? പേടിച്ചല്ല, നിർഭയനായി അവൻ വസിക്കും. തൽസന്നിധിയിൽ നിർഭയനായിട്ട് അവൻ വസിക്കും, അവൻ പാർക്കും എന്നാണ്. ആരാ ബെന്യാമീൻ? ആരാ ബെന്യാമീൻ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് ജനിച്ച 12-ാമത്തെ മകനാണ് ബെന്യാമീൻ. റാഹേൽ യാക്കോബിനെ പ്രസവിച്ച മകൻ. 12-ാമത്തെ മകനാണ് യാക്കോബിന്റെ 12-ാമത്തെ മകൻ. യാക്കോബ് സ്വദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ ബേത്ലഹേം എന്ന് പറയുന്ന എഫ്രാത്തിലെത്താൻ അല്പം ദൂരം നിൽക്കുമ്പോൾ റാഹേൽ ഒരു മകനെ പ്രസവിച്ചു എന്ന് ഉൽപ്പത്തി 35 നമ്മൾ വായിക്കുന്നത്. സമയം പരിമിതമാണതുകൊണ്ട് വാക്യങ്ങളൊന്നും ഇന്ന് പകല് എടുത്ത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. നോട്ട് ചെയ്യണം ദയവായിട്ട്, അത് നോട്ട് ചെയ്താൽ മാത്രം മതി. 35-18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ബേത്ലഹേം എന്ന് പറയുന്ന
എഫ്രാത്തിലെത്താൻ അല്പം വഴി നിൽക്കുമ്പോൾ റാഹേൽ ഒരു മകനെ പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് കഠിനമായ വേദനയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ മകന് ജന്മം കൊടുത്തു. ആ അമ്മയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ആ മകനെ പ്രസവിച്ചു. അമ്മയുടെ കണ്ണുകൾ എന്നേക്കുമായിട്ട് അടഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 9 മാസം ഉദരത്തിൽ വഹിച്ച ചുമന്ന ആമേൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച അമ്മ ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, ബെനോനി, ബെനോനി. അവന് പേര് വിട്ടു. എന്താണ് ബെനോനി? ദുഃഖത്തിൻ്റെ പുത്രൻ, വേദനയുടെ മകൻ, എനിക്ക് വേദന സമ്മാനിച്ചവൻ, എന്നെ വേദനിപ്പിച്ചവൻ എന്ന് അർത്ഥത്തിൽ അവൻ എന്തോ പേരിട്ടു? ബെനോനി, ദുഃഖത്തിന്റെ പുത്രൻ. അപ്പന പേര് തിരുത്തി, യാക്കോബ പേര് തിരുത്തി. യാക്കോബിന് പേരിട്ടു ബെഞ്ചമിൻ, ബെന്യാമിൻ എന്ന് യാക്കോബ് പേരിട്ടു. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ കാര്യം പറയാനായിട്ടാണ് വരുന്നത്. അമ്മയവനിട്ടത് ബെനോനി, വേദനയുടെ മകൻ, വേദനയുടെ മകൻ. അപ്പൻ ആ പേര് തിരുത്തി അവന് ബെഞ്ചമിൻ, ബെന്യാമിൻ എന്ന് പേരിട്ടു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 49-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ, അവരുടെ അപ്പനായ യാക്കോബ് മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കളെ അടുക്കൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ചപ്പോൾ ബെന്യാമീനെ കുറിച്ച് പറഞ്ഞത് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, അവൻ ഇരപിടിച്ച് കയറും എന്നെഴുതിയിരിക്കുകയാ. അപ്പോൾ അമ്മ പറഞ്ഞു, വേദനയുടെ മകനാ. ആമേൻ. പ്രസവിച്ച നിമിഷത്തിൽ അമ്മയവന് പേരിട്ടു ബെനോനി, വേദനയുടെ മകൻ. അപ്പൻ ആ പേര് തിരുത്തിയെങ്കിലും അപ്പന്റെ മരണസമയത്ത് മരണാസന്നനായി കിടക്കുന്ന അപ്പൻ മകനെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ഇവൻ ആരാ? ഇവൻ കടിച്ചു കീറുന്ന ചെന്നായ. ഹല്ലേലൂയ. നമ്മളാരും നമ്മുടെ മക്കളെ അങ്ങനെ അനുഗ്രഹിക്കാറില്ല. പക്ഷേ ആമേൻ, അപ്പൻ പറഞ്ഞത് ഇവൻ ആരാണ്? കടിച്ചു കീറുന്ന ചെന്നായ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവപുരുഷനായ മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ കൈ ഉയർത്തി, ആമേൻ, പിസ്ഗായുടെ മുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ബെന്യാമീനെ കുറിച്ച് പറഞ്ഞു, അവൻ യഹോവയ്ക്ക് പ്രിയനാ. ആമേൻ. അമ്മ പറഞ്ഞതല്ല, അപ്പൻ പറഞ്ഞതല്ല വിഷയം. ദൈവം എന്ന് പറയുന്നു. ഇന്ന് പകലിൽ ലോകം നിന്നെ നോക്കി എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. ആമേൻ. മാതാപിതാക്കൾ എന്ത് പറയുന്നുള്ള വിഷയം. ഇന്ന് പകലിൽ എന്നെയും നിന്നെയും നമ്മുടെ ദൈവം എന്ന് പറയുന്നു. അമ്മ പറഞ്ഞു ഇവൻ വേദനയുടെ മകനാ. ആമേൻ. അപ്പൻ പറഞ്ഞു ഇവൻ കടിച്ചു കീറുന്ന ചെന്നായ. ചെന്നായുടെ സ്വഭാവമുള്ളവനായി ഇവൻ കടിച്ചു കീറുന്നവനാ എന്നൊക്കെ അപ്പൻ പറഞ്ഞെങ്കിൽ ആമേൻ, ദൈവപുരുഷനായ മോശ ഇസ്രായേലിന്റെ ഗണങ്ങളെ നോക്കി അനുഗ്രഹിക്കുമ്പോൾ ആമേൻ, ബെന്യാമീനെ കുറിച്ച് പറഞ്ഞത്, ആമേൻ, അവൻ യഹോവയ്ക്ക് പ്രിയനാണ്, അവൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കുമെന്നല്ലേ പറഞ്ഞത്. ലോകം എന്തു പറയട്ടെ ദൈവമക്കളെ, സമൂഹം എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടെന്ന് നമുക്കൊന്നും വിഷയമല്ല. ആമേൻ. നമ്മുടെ ദൈവം നമ്മളെ നോക്കി എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയൽവക്കക്കാർ എന്നോ പറയുന്നു എന്നുള്ളതല്ല, മാതാപിതാക്കന്മാർ ഇതിനെ കുറിച്ച് എന്തോ വിലയിരുത്തി എന്നുള്ളതല്ല. ഇന്ന് പകലിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ, ആമേൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന ഉറക്കെടുത്ത് ദൈവസന്നിധി കൈ വളർത്തുമ്പോൾ നമ്മെ നോക്കി ദൈവം പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം പ്രസക്തമായ കാര്യം. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ബെന്യാമീനെ കുറിച്ച്. ആമേൻ. അതേ സ്തോത്രം. അപ്പനും അമ്മയും പറഞ്ഞത് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ് ആര് പറഞ്ഞത്? അഭിഷക്തനായ മോശ പറയുന്നത്. ഇവൻ യഹോവയ്ക്ക് പ്രിയൻ, അതുകൊണ്ട് അവൻ എവിടെ വസിക്കും? തൽസന്നിധിയിൽ. എങ്ങനെ വസിക്കും? നിർഭയമായിട്ട് വസിക്കും, നിർഭയമായിട്ട്
നിർഭയനായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വസിക്കുന്ന, ദൈവസന്നിധിയിൽ ജീവിക്കുന്ന, ആമേൻ, ദൈവത്തിന് പ്രിയനായ ഒരുവനെ കുറിച്ച് ദൈവവചനം പറയുന്നത് അവൻ ഭയത്തോടെ ജീവിക്കുമെന്നല്ല, അല്ലെങ്കിൽ അവൻ ഭയപ്പെടുമെന്നല്ല, അവൻ പേടിച്ചിരിക്കുമെന്നല്ല. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പൈതലെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിയോഗം ഇന്ന് പകൽക്കാലം പകരുകയാണ്. സ്തോത്രം. ദൈവ സാന്നിധ്യം ശക്തമായി ഈ ആലയത്തിനകത്ത്, ആമേൻ, ഈ ചെറിയ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് പകലിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വളരെ ശക്തമായിട്ട് ദൈവാത്മാവിന്റെ നിറവിൽ ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ പറയുന്നു, ഹല്ലേലൂയ, നീ ദൈവത്തിന് പ്രിയനാണെങ്കിൽ, ദൈവത്തിന് പ്രിയയാണെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയുന്നു, ഹല്ലേലൂയ, നിന്നെ തോൽപ്പിക്കാൻ, നിന്നെ പേടിപ്പിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്താൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല, ഒരു വ്യക്തിക്കും കഴിയുകയില്ല. എത്ര ശക്തമായ വെല്ലുവിളികൾ നിനക്കെതിരെ വന്നാലും ഇന്ന് പകലിൽ ധൈര്യത്തോടെ പറയുന്നു, അവൻ നീ ദൈവസന്നിധിയിൽ നീ നിർഭയനായിരിക്കും, നിനക്കൊന്നിനെയും പേടിക്കാനില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകലില് ഞാൻ ബെന്യാമീനെ കുറിച്ച് പറഞ്ഞു. അവന്റെ അമ്മയുടെ മുഖം അവൻ ഓർമ്മയില്ല. അവന്റെ അമ്മയുടെ മുഖം കണ്ട ഓർമ്മ ബെന്യാമീനില്ല. കാരണം ജനിച്ചപ്പോൾ തന്നെ, അവനെ പ്രസവിച്ചപ്പോൾ തന്നെ അമ്മ എന്ത് ചെയ്തു? മരിച്ചു. പക്ഷെ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞേച്ചാ മരിച്ചത്, ഇവനാരാണ്? ബെസലത്തിന്റെ പുത്രനാണ്, ബെനോനി. വേദന എനിക്ക് സമ്മാനിച്ചവന്, ഇവനെന്നും എനിക്ക് വേദനയായിരുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് പൈശാചിക മണ്ഡലങ്ങൾ പറഞ്ഞ, മറ്റുള്ളവർ എഴുതി വെച്ച അവൻ സകല രേഖകളെയും ഇന്ന് പകലിൽ തമ്പുരാൻ തിരുത്തുന്ന പകലാണ്. ഇന്ന് പകൽ തമ്പുരാൻ മാറ്റി എഴുതുന്ന പകലാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കറിയാം ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന കൂടിവരവിനകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നുണ്ട്. ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഹൃദയങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വന്നതുപോലെ ഇന്ന് പകൽ നിന്നെ ദൈവം മടക്കി അയക്കുകയില്ല. ഇന്ന് പകൽ വന്നതുപോലെ നിന്നെ ഭവനത്തിലോട്ട് ദൈവം മടക്കി അയക്കുകയില്ല. ആമേൻ. ഒരു ഹല്ലേലൂയ, വലിയ ആമേൻ വിടുതലോടുകൂടെ ഇന്ന് പകൽ ദൈവം നിന്നെ മടക്കി അയക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേര് ദൂതരോട് പ്രതികരിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൂതേറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. ലോകം എന്തും പറയട്ടെ, പിശാച് എന്തും പറയട്ടെ, ആമേൻ, പൈശാചിക മണ്ഡലം എന്തും പറയട്ടെ, ഇന്ന് പകൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ഫലം ഈ പകലിൽ ആലയത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകുവാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബെന്യാമീനെ കുറിച്ച് അപ്പൻ പറഞ്ഞതിന് മൃഗത്തിന്റെ സ്വഭാവമാണ്, ചെന്നായുടെ സ്വഭാവം. ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞവന് മൃഗത്തിന്റെ സ്വഭാവമാണ്, ചെന്നായുടെ സ്വഭാവമാണ്, കടിച്ചു തീർന്ന ചെന്നായ വകയാണ് അപ്പൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഒരഭിഷക്തൻ പറയുന്നതിലുണ്ടോ? ഹല്ലേലൂയ. ഒരഭിഷക്തൻ പറയുന്നതിലുണ്ടോ? അവൻ ആരാ? അവൻ കടിച്ചു തീർന്ന ചെന്നായ എന്നല്ല പറഞ്ഞത്, ബെനോനി ദുഃഖത്തിന്റെ പുത്രൻ എന്നല്ല പറഞ്ഞത്. ആമേൻ. അവൻ യഹോവയ്ക്ക് പ്രിയനാണ്, പ്രിയനാണ്. അതുകൊണ്ട് അവൻ തൽസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിർഭയനായിരിക്കും എന്ന് വചനം പറയുകയാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് പകലിന് ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് പകലിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയുന്നു, ഹല്ലേലൂയ, ദൈവം നിന്നെ നിർഭയം ദേശത്ത് വസിക്കുവാനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക്
ഒരു വേദഭാഗം കൂടെ വളരെ പെട്ടെന്ന് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ 10:11. ദാനിയേൽ 10:11 വായിക്കാമോ? വളരെ പെട്ടെന്ന് വേഗത്തിൽ 10:11. ദാനിയേൽ 10:11. അവൻ എന്നോട് നീ ഏറ്റവും പ്രിയ പുരുഷൻ ആയതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. മതി. പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ബാബിലോണിൽ അടിമയായി വന്ന ഒരടിമ ബാലനായ ദാനിയേൽ, ഹല്ലേലൂയ, സ്തോത്രം, യെരൂശലേമിൽ നിന്ന് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന പ്രവാസികളിൽ യഹൂദ ബാലന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ ഇങ്ങനെയുള്ള യഹൂദ ബാലന്മാരെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദാനിയേൽ ബാബിലോണിൽ ശക്തമായ ബാബേൽ സാമ്രാജ്യത്തിൽ അവൻ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അവനിങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ദാനിയേൽ ഒരു ഭാഗം യിരെമ്യാ പ്രവാചകൻ എഴുതിയ ഒരു ചുരുള് ദാനിയേലിനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന് മനസ്സിലായി 70 സംവത്സരം കൊണ്ട് ഞങ്ങളുടെ പ്രവാസം എന്ത് ചെയ്യും? തീരും. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ചുരുള് ദാനിയേൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാനിയേലിന് മനസ്സിലായി ഈ പ്രവാസം 70 വർഷം കൊണ്ട് എന്ത് ചെയ്യും? അവസാനിക്കും എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന് ദൈവം എന്തോ ഇട്ടിട്ടുണ്ട്, ഒരു അതിരിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ പ്രവാസിയായി ദൈവം ബാബിലോണിലോട്ട് അയച്ചെങ്കിൽ എന്നും നീ അവിടെ അടിമയായി കിടക്കേണ്ടവനല്ല, നീ അവിടുന്ന് പുറത്തു വരുന്ന ഒരു സുദിനമുണ്ട്. ആമേൻ. 70 വർഷം കഴിയുമ്പോൾ എന്റെ ജനമെന്ത് ചെയ്യും? അവിടെ നിന്ന് ആമേൻ അതെ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് പ്രവാസത്തോട് പോകുന്നതിന് മുൻപ് ദൈവം പ്രവാസത്തിന് അതിരിട്ടിട്ട ദൈവം അവനെ അയച്ചത്. ആമേൻ. ആനുകാലികമായി ഇന്ന് പകൽ അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ആമേൻ ഈ കൂട്ടായ്മയുടെ നടുവിൽ ദൈവജനത്തോട് ഞങ്ങൾ പകൽക്കാലം കൈമാറുകയാ. ആത്മാവിന്റെ നിയോഗത്തോട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൈമാറുകയാ. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന വേദനകൾക്ക്, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് അവൻ എന്റെ ദൈവം അതിരിട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഇന്ന് പകൽക്കാലം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നും നീ വേദന അനുഭവിക്കേണ്ടി വരികയില്ല, എന്നും ഈ പ്രവാസം അനുഭവിക്കേണ്ടി വരികയില്ല, എന്നും ഈ പ്രതിസന്ധിയിലൂടെ ഞാൻ നിന്നിൽ കടന്നു പോകേണ്ടി വരികയില്ല. എന്റെ ദൈവം ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ ഈ പകലിൽ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലോട്ട് പോയപ്പോൾ തന്നെ ദൈവം എന്താ ചെയ്തിട്ടുണ്ട്? ഒരതിര് വെച്ചു. 70 വർഷം. അതിന് മുമ്പ് ദൈവം ഇരിക്കത്തില്ല കേട്ടോ. 70 മുമ്പ് എന്തോ ഇല്ല, ഇവിടുന്നില്ല. സ്തോത്രം. 70 കഴിഞ്ഞ് എന്തോ ഇല്ല, പ്രവാസം നീളത്തുമില്ല. ദൈവം ഒരു പരിസമാപ്തി അതിന് കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവവൈദ്യനെ നീ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഹൃദയം തുറന്ന് മറ്റൊരു വ്യക്തിയോട് പറയാൻ കഴിയാതെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നുകൊണ്ട് ഏങ്ങിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. എന്റെ ദൈവം അതിനൊരു വിടുതലിന്റെ സമയം കുറിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഈ പകൽ കർത്താവിനെ ഇന്ന് പകൽ കാണുമെന്ന് സ്തുതിച്ചിട്ട് അപ്പോൾ ദാനിയേൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടുമടക്കി അല്ലേ? മുട്ടുമടക്കി ദൈവസന്നിധി കണ്ടു തുടങ്ങി. മുട്ടുമടക്കി ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന് ഹല്ലേലൂയ വചനത്തിൽ ചുരുളിൽ, ന്യായപ്രമാണത്തിൽ ചുരുളിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആമേൻ അത് സംഭവിക്കാതിരിക്കുകയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രിയ ദൈവവൈദ്യനെ, നിന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ നിന്റെ കുടുംബത്തോട്, ദൈവസഭയോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പകൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, അത് നിവർത്തിക്കപ്പെടുന്ന ഒരു സുദിനമുണ്ട്. ആമേൻ, അതിന് സമയമായി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആമേൻ ദൈവത്തിൽ മുഴങ്ങാൻ നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതൽ ദൂരമല്ലാതെ ആമേൻ വിടുതൽ വെളിപ്പെടുന്ന ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. എത്ര പേർക്ക് തോന്നുന്നു മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മുൻപോട്ട് വരിക. അപ്പോൾ 70 വർഷം കഴിയുമ്പോൾ പ്രവാസ തീരുമാനം ദാനിയേൽ ഗ്രഹിച്ചപ്പോൾ കൂടെ പ്രാർത്ഥിക്കാനാരും ഉണ്ടായില്ല. കൂടെ പ്രാർത്ഥിക്കാൻ ആരും ഇല്ല. പറഞ്ഞെങ്കിൽ പിന്നാരും കൂടെ വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അവിടുത്തെ അച്ഛനും ഇവിടുത്തെ അമ്മാമ്മയും കൂടെ വന്നാൽ, സഭയായിട്ടെല്ലാം കൂടിയാൽ നമ്മൾ പറയുകയും പ്രാർത്ഥിക്കും. പക്ഷെ ദാനിയേലിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരൊറ്റ വ്യക്തിയും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് ദാനിയേൽ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ സമൂഹത്തിന്, തന്റെ ജാതിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടതിന് വേണ്ടി, അനുഭവിക്കുന്ന തലമുറകൾ അനുഭവിക്കുന്ന പ്രവാസം മാറേണ്ടതിന് വേണ്ടി ഒരു വിടുതലിന്റെ സമയമായി ഇത് മനസ്സിലാക്കി കരയാൻ തയ്യാറുള്ള മാതാപിതാക്കളെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തലമുറ അനുഭവിക്കുന്ന സ്തോത്രം അടിമത്തത്തെ പൊട്ടിച്ചുകൊണ്ട് ഏത് മണ്ഡലത്തിലായാലും, വിദ്യാഭ്യാസ മണ്ഡലത്തിലാകട്ടെ, ജോലിയുടെ മണ്ഡലത്തിലാകട്ടെ, അവരുടെ ആധ്യാത്മിക മണ്ഡലത്തിലാകട്ടെ, അവരുടെ ആത്മീയ ജീവിതത്തിലാകട്ടെ, സൈദ്ധാന്തിക മണ്ഡലങ്ങൾ തിരിക്കി വെച്ചിരിക്കുന്ന ലോകം പോറ്റണമെങ്കിൽ മാതാപിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് സമയം മാറിയിട്ട് ദൈവസഭയ്ക്ക് വേണ്ടി കഴിയുവാൻ തയ്യാറായാൽ ഇന്ന് അതിൽ പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. വിടുതലുണ്ട്. അടിമയാക്കി വെച്ചവർക്ക് മൃഗങ്ങളെ പകർത്തുകൊണ്ട് ദൈവത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടാകുന്നുള്ളത് ഇന്ന് അത് തിരിച്ചറിയുന്നവരെ ദൈവത്തിന് സ്വന്തം ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാനില്ല, കൂടെ കൈയടിക്കാൻ ആരുമില്ല, കൂടെ സ്തോത്രം പറയാൻ ആരും വിഷയമില്ല. ഒറ്റയ്ക്ക് ഉള്ളോ? പ്രാർത്ഥിച്ചു. ആരും സഹോദരങ്ങളെ ഒറ്റയ്ക്ക് ഉള്ളോ? സാരമില്ല, പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? വിടുതലുണ്ടെന്ന് എന്ന് പകലിൽ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും പ്രാർത്ഥിച്ചു. സ്തോത്രം, ധാരണമുണ്ട്, വിടുതലുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഒറ്റയ്ക്ക് ദാനിയേൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇങ്ങനെ നീണ്ടുപോയി, ഒരു മറുപടിയില്ല. പക്ഷേ പ്രാർത്ഥന അവസാനിച്ചില്ല, പ്രാർത്ഥന തുടരുക. പ്രാർത്ഥന അവസാനിച്ചില്ല, പ്രാർത്ഥന തുടരുകയാണ്. സ്തോത്രം. 21-ാം ദിവസം ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ആമേൻ ഒരു പുരുഷൻ അവന്റെ മുമ്പിൽ വന്നിട്ട് ദാനിയേലിനോട് പറയുകയാണ്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന ഈ ദൂത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നീ നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ദാനിയേലിനോട് പറയുകയാണ്, ആമേൻ, നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തുവാൻ മനസ്സു വെച്ച ആരംഭത്തിൽ തന്നെ പ്രാർത്ഥന മറുപടിയുമായിട്ട് ഞാൻ വന്നതാ. ഹല്ലേലൂയ. നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ
താഴ്ത്തിയ നിമിഷത്തിൽ നിന്റെ പ്രാർത്ഥന മറുപടി അവൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൻ പുറപ്പെട്ടു. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. അവൻ പ്രിയൻ, അവൻ ദൈവസ്ഥനിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ അവൻ തയ്യാറായ നിമിഷത്തിൽ പ്രാർത്ഥന മറുപടി ദൈവത്തിൽ പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. അവനെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അവനോട് പ്രാർത്ഥിക്കുവാൻ ദൈവസ്ഥനിൽ നീ സമർപ്പിച്ച നിമിഷം തന്നെ അവൻ പ്രാർത്ഥന മറുപടി ദൈവസ്ഥനിൽ പുറപ്പെട്ടുകയാ. വിശ്വസിക്കാതെ മക്കളെയോ ഞാൻ ഇന്ന് പകലിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ ദൂതനോട് ചോദിച്ചു കാണും, എന്നിട്ട് നീ ഇതുവരെ എവിടെ ആയിരുന്നു? ദൂതൻ പറയുന്നത്, ഹല്ലേലൂയ, പ്രാർത്ഥന മറുപടിയുമായി ഞാൻ വരുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ എന്ത് ചെയ്തു? പറഞ്ഞു. മനസ്സിലാക്കണം, ദാനിയേൽ ഇരിക്കുന്നത് ഏത് രാജ്യത്താണ്? ബാബേൽ സാമ്രാജ്യം. ബാബേൽ സാമ്രാജ്യം കഴിഞ്ഞു, മേദ്യ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം നിലവിൽ വന്നു. ആ സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ആര് പ്രാർത്ഥിക്കുന്നത്? ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദാനിയേലിന്റെ ദൂതൻ പറയുക, പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്ന എന്നെ ആര് കയറി തടഞ്ഞു? പാർസി രാജ്യത്തിന്റെ പ്രഭു. സ്തോത്രം. മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ ഹെഡ് ക്വാർട്ടറിൽ കൂടെ പ്രാർത്ഥന മറുപടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന മറുപടി ഇങ്ങോട്ട് വരുന്നത് പിശാചിന്റെ ഹെഡ് ക്വാർട്ടറിൽ കൂടെ ഇങ്ങോട്ട് വരുന്നത്. അവൻ ദൈവം പ്രാർത്ഥന മറുപടി ഇങ്ങോട്ട് അയക്കുമ്പോൾ അവൻ പിശാചിന്റെ ഹെഡ് ക്വാർട്ടറിൽ കൂടെ അവൻ ഈ പ്രാർത്ഥന മറുപടി ഇങ്ങോട്ട് വരുന്നത്. അവൻ ഓരോ രാജ്യത്തിന്റെ പേരിൽ ആധിപത്യം പറയുന്ന പൈശാചിക ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അവൻ ദാനിയേൽ പാർസി രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു അവന്റെ പ്രാർത്ഥന മറുപടിയെ തടഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ വിളിച്ചു പറയട്ടെ, അവൻ 21 ദിവസം അവൻ പാർസി രാജ്യത്തിന്റെ പ്രഭു മറുപടിയെ തടഞ്ഞു വെച്ചില്ലെങ്കിൽ നാം വായിച്ച വാക്യത്തിൽ സംഘത്തിന്റെ വാക്യം പറഞ്ഞില്ല, നിനക്ക് പ്രിയമുള്ളവരിലെങ്കിലും വിടുവിക്കപ്പെടണം. ദൈവത്തിന് 21 ദിവസം നിരന്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഭയനെ അവന്റെ പ്രാർത്ഥന മറുപടിയെ തടഞ്ഞിരിക്കുന്ന അന്ധകാര മണ്ഡലത്തോട് യുദ്ധം ചെയ്യുമ്പോൾ പ്രധാന ദൂതനെ ദൈവം ഇറക്കി ഇന്ന് പകലിൽ ദൈവവുമായി വിളിച്ചു പറയുന്നു. ഇത് പ്രാർത്ഥന മറുപടിയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളോട് സ്വർഗീയ സേന ഇത് നിലക്കാലം പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ദൈവസഭയുടെ പ്രാർത്ഥനാലയത്തിനകത്തിരുന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ സ്വർഗീയ സേന അവന്റെ പ്രാർത്ഥന മറുപടിയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളോട് അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥന മറുപടിയെ തടഞ്ഞ, അവന്റെ പ്രാർത്ഥന ഉത്തരവ് തടഞ്ഞ, എന്റെ വിടുതലെ തടഞ്ഞ, എന്റെ നന്മയെ തടഞ്ഞ, അവൻ എന്നോടുള്ള വാർത്തകൾ തടഞ്ഞ പൈശാചിക മണ്ഡലങ്ങളോട് ഇന്ന് പകലിൽ അവൻ അന്ധകാര മണ്ഡലങ്ങളോട് സ്വർഗ്ഗം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വിശ്വസിക്കാൻ കഴിയും. 24 ദിവസം പ്രാർത്ഥന മറുപടിയുമായി വന്ന ദൂതൻ പറയുകയാണ്, ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, അവൻ പ്രധാന ദൂതനായ മീഖായേൽ എന്റെ സഹായത്തിന് വേണ്ടി അവൻ ഇറങ്ങി വന്നു. ഞാനവനെ അവരെ വിട്ടേച്ച് ബോധിക്കുകയാണ്. എന്റെ പ്രാർത്ഥന മറുപടിയുമായി വന്നതിന്റെ അർത്ഥം യുദ്ധം തീർന്നതല്ല, യുദ്ധം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രാർത്ഥന മറുപടി എത്തിക്കേണ്ടതുകൊണ്ട് പ്രാർത്ഥന മറുപടിയുമായി ഞാനെന്ത് ചെയ്തു? ഇങ്ങോട്ട് പോന്നു. യുദ്ധം അവിടെ ചെയ്യുക തുറന്നുകൊണ്ടിരിക്കുക. ഞാൻ വേഗത്തിൽ പോവുക. മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, നിന്റെ മറുപടി നിന്റെ അടുക്കൽ എത്തേണ്ട സമയമാകുമ്പോൾ, നിന്റെ അടുക്കൽ വരേണ്ട സമയമാകുമ്പോൾ, ഹല്ലേലൂയ, ദൈവം സ്തോത്രം അന്ധകാര മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്ത് അവൻ സ്വർഗീയ സേനയെ ഉപയോഗിച്ച്, ദൈവത്തിന്റെ സേനയെ ഉപയോഗിച്ച് ദൈവം അതിനെ തകർത്തിട്ട് മറുപടിയുമായി അവൻ നിന്റെ അടുക്കലേക്ക് ദൂതനെ അയക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിന്റെ ചുറ്റാമിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരടിമബാലനായി ബാബിലോണിൽ വന്ന ദാനിയേലിനെ നോക്കി
പറഞ്ഞതാണ് ഇവിടെ വേല ചെയ്ത ബാബിലോണിൽ ആരും അറിയപ്പെടാതെ നീ ഇവിടെ മരിച്ച അവസാനിക്കും. അതെ, നിന്നെ പോലെ വന്ന എത്രയോ അടിമകൾ, നിന്നെ പോലെ പിടിച്ചുകൊണ്ടുള്ള എത്രയോ യഹൂദന്മാർ ഈ ബാബേലിന്റെ മണ്ണിൽ അസ്തമിച്ചു പോയപ്പോൾ അവൻ ആരും അറിയപ്പെടാതെ അവൻ അവസാനിച്ചപ്പോൾ നീയും അവനെ പോലെ, അവൻ ഒരുവനെ പോലെ ഈ ബാബേലിന്റെ മണ്ണിൽ അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബാബേൽ സാമ്രാജ്യം അസ്തമിച്ചിട്ടും അടുത്ത സാമ്രാജ്യത്തിന് തലയുയർത്തി നിർത്തി അവൻ വയോവൃദ്ധനായ ദാനിയേലിനെ യാത്രയയക്കുവാൻ സർവശക്തനായ ദൈവം നേരിട്ടിറങ്ങി വന്നെങ്കിൽ അവൻ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീയോ ദാനിയേലേ പോയി വിശ്രമിക്ക്, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് അവൻ വയോവൃദ്ധനായ ദാനിയേലിനെ അവൻ സംഗീതത്തിന് ഉടയവനായ ദൈവം നമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് അവനെ വിശ്രമത്തിന് പറഞ്ഞയച്ചെങ്കിൽ ഇന്ന് ഭവനം വിളിച്ചു പറയുന്നു, പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ നിയമങ്ങൾ തകർത്ത് നിന്നെ കൊണ്ടുള്ള ദൈവിക പദ്ധതിയിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ഇന്ന് മകൻ ദൈവം വിശ്വസ്തനാണ്. എത്ര കാലം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ആശീർവാദമായ സമയമാണ്. ഒരുപാട് ചെറുപ്പങ്ങൾ ഉപയോഗിക്കുവാൻ പ്രേരണയുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെ കൊണ്ടുപോകാൻ അത് ശരിയാവില്ല. നമ്മുടെ വീട്ടിൽ സാധിക്കുന്ന സമയമായി. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുവാനായി പഠിച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നോട്ട് ചെയ്യുന്നവർക്ക് ഒരു വാക്കിലൂടെ പറഞ്ഞു ഞാൻ അവസാനിക പ്രസംഗിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. അതേ, വാർത്തയും മറിയും യേശുവിന്റെ അടുക്കലേക്ക് ഒരു വാർത്ത പാസ് ചെയ്തു. വാർത്ത മറ്റൊന്നുമല്ല, നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്കുന്നു. ശങ്കരന്റെ വാക്യം മറക്കരുത്. അതാണ് ശങ്കരന്റെ 5-ാം വാക്യം മറക്കരുത്. നിനക്ക് പ്രിയമുള്ളവർ തിരിക്കണം, വെടിവിക്കപ്പെടണം. യേശു വാർത്ത കേട്ടു. യേശു അവിടെ തന്നെ ഇരുന്നു, വന്നില്ല. ലാസർ മരിച്ചു. ആമേൻ, അവനെ അടക്കി. 4-ാം ദിവസമായപ്പോൾ യേശു അവിടേക്ക് വരികയാ. വാക്യം മറക്കരുത്. നിനക്ക് പ്രിയമുള്ളവൻ തിരിക്കണം, വിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ലാസർ മരിച്ചു, നാറ്റം വെച്ചു. ഹാലേലൂയ, കല്ലറയിൽ അടക്കി നാറ്റം വെച്ചു. പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞു, ഇനിയും ലാസർ ഉയർത്തുകയില്ല. അവൻ ഇനിയും ലാസർ വെളിയിൽ വരികയില്ല. അവൻ കല്ലറയവനെ ഒതുക്കിക്കളഞ്ഞു, ഇനിയും പുറത്ത് വരത്തില്ല. സംഗീതത്തിന്റെ വാക്യം മറക്കരുത്. അടിവരയിട്ടോണം. അവൻ 5-ാം വാക്യം പകലിൽ അടിവരയിട്ടോണം. നിനക്ക് പ്രിയമുള്ളവരെ വിടിവിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇന്ന് പകർന്നു പറയുന്നു, കല്ലറയ്ക്കകത്ത് അവൻ ലാസർ ഒതുക്കപ്പെട്ടു എന്ന് അവൻ മരണം പറഞ്ഞപ്പോൾ, അവൻ ലാസർ ഉയർത്തുകയില്ലെന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഒരുമിച്ച് പറഞ്ഞപ്പോൾ വചനം പറയുന്നു, അവൻ നിനക്ക് പ്രിയമുള്ളവരെ വിടിവിക്കപ്പെടണം. ഹല്ലേലൂയ. അത് വചനമാണെങ്കിൽ ഹല്ലേലൂയ. സ്വന്തം ലാസർ എവിടെ വരണം? കല്ലറയുടെ വാതിലേക്ക് നീക്കല്ലേ, അകത്തോട് കാണിക്കല്ലേ, നാറ്റം വെച്ചിരിക്കുക, ഇനിയും ഉയർത്തത്തില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവനുമാകുന്നു, വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. എന്നിട്ട് മാർത്തയോട് ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നുവോ? അവിടെ പറഞ്ഞേ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ജീവിക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശു ചോദിച്ചത് നീ അറിയുന്നോ എന്നല്ല ചോദിച്ചത്, നീ വിശ്വസിക്കുന്നോ എന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, നീ ഇത് വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവള് പറയുന്നത്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ജീവിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. വിശ്വസിക്കുന്നതല്ല പറഞ്ഞത്, അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് നിന്റെ അറിവല്ല, നിനക്ക് അറിയാവുന്നതല്ല, നീ വിശ്വസിക്കുന്നുവോ? അവനെ വിശ്വസിക്കുവാൻ സാധ്യതകളുടെ മുമ്പിലില്ലെന്ന് യേശു ചോദിക്കുന്നത്. ഇന്ന് പലർ ചോദിക്കുന്നത്, നീ നൂറ് വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുന്നവോ? ഇന്ന് മകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. സ്തോത്രം. പരിസമർത്തി സ്തോത്രം. 14-ാം ലാസർ മരിച്ചു, അടക്കി. ഹല്ലേലൂയ. പക്ഷേ യേശു
വന്നു. യേശു അവിടെ വന്നിട്ട് കണ്ടത്തിൽ വന്നിട്ട് സ്തോത്രം. യേശു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനായി സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, യാത്രയെ പുറത്തു പോകും. സ്തോത്രം. യേശു പിതാവിനോട് പറഞ്ഞത്, കടവയ്ക്കൽ വന്നിട്ട് പറഞ്ഞത്, നീ എൻ്റെ അപേക്ഷ കേട്ടതിനായി സ്തോത്രം. അത് എപ്പോഴാണ് അപേക്ഷിച്ചത്? അല്ലാതെ അപേക്ഷിച്ചതായിട്ട് കാണുന്നുണ്ടോ? യാത്ര ഉയർത്തിക്കണം പിതാവ് പറഞ്ഞത് കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ലാസർ ദീനമായി കിടക്കുന്നു എന്ന് വാർത്തയറിഞ്ഞപ്പോൾ തന്നെ ലാസറിനു വേണ്ടി പിതാവിനോട് അപേക്ഷ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കല്ലറയ്ക്കൽ വന്നിട്ട് പറയുന്നത്, നീ എന്റെ അപേക്ഷ കേട്ടതിനായി സ്തോത്രമെന്നാ പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, അവൻ ലാസറിനെ വിധിക്കണമേ നല്ലത് പറഞ്ഞത്, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെന്ന് പറഞ്ഞേക്കാ പറഞ്ഞത്. ലാസറെ പുറത്തു പോവാ. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, 11-ാം അധ്യായത്തിൽ ലാസർ പുറത്തു വന്നു. 12-ാം അധ്യായത്തിൽ ലാസർ പന്തിയിലിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പൈതലെ, വാക്യം മുറയ്ക്കരുത്, വാക്യം മുറയ്ക്കരുത്. എനിക്ക് പ്രിയമുള്ളവെന്ന് ചെയ്യണം. നിനക്ക് പ്രിയമുള്ളവർ വിധിക്കപ്പെടേണ്ടത് നിന്റെ വലം കൈ കൊണ്ടിരിപ്പിച്ച് ഞങ്ങൾക്ക് ഉത്തരമരണമേ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് കാലം വിശ്വസിക്കുന്നുണ്ട്? കാലം എനിക്ക് വേണ്ടി ദൈവത്തിന് കരം ചലിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അവയെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഹൃദയമായി ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പരിചിതമായ സമയത്തിനകത്ത് വളരെ ചുരുക്കമാണ് ഇന്ന് പകർക്കടാതെ ദൈവത്തെ ശ്രദ്ധിക്കുക, ദൈവത്തെ ഉപയോഗപ്പെടുത്തുക. ദൈവമേ, നല്ല സമൂഹത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലിൽ കേട്ട വചനത്തിനും അടിയനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. കർത്താവ്, ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ തകർന്ന ഹൃദയത്തോടെ കടന്നു വന്നു, വേദനയോടെ കടന്നു വന്നു പ്രാർത്ഥിച്ച ദൈവജനത്തിന് വേണ്ടി ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളിലും ഏറ്റെടുത്തതിനാൽ സ്തോത്രം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾ ഉത്തരമറിഞ്ഞെന്ന് ഭക്തൻ പാടിയെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കുകയാ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയാണ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളായി തുടർന്ന് വിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കുന്ന ദൈവാത്മാവിനെയാണ് പ്രാർത്ഥനകൾ നന്ദി. യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ രക്ഷിക്കുന്നു. പിതാവേ, ആമേൻ. ഒന്നിനും ചടങ്ങുകൾ നമുക്ക് സമയം